ബണ്ണി സോർദാറിനുള്ളിൽ ആത്മാവ് കയറിയേ. രാവിലെ എഴുന്നേറ്റോളാം. എടാ, സോർദാറിന്റെ ഉള്ളിൽ ആത്മാവ് കയറി. ജീവനുള്ള വസ്തുക്കളിലൊക്കെ ഈ പറഞ്ഞ ആത്മാവ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് ജീവനുള്ളത്. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ അതിൽ മാങ്ങാണ്ടിയും ഉണ്ടാകും. സംശയമുണ്ടോ? എടാ പ്രാന്ത, സോർദാറിന്റെ ഉള്ളിൽ വേറെ ആരുടെയോ ആത്മാവാണുള്ളത്. അവൻ കയ്യിൽ മെഴുകുതിരിയും കൊണ്ട് പോതാ കണ്ടു. എന്താ? വാ പോയി നോക്കാം. അപ്പൊ നിങ്ങൾ വന്നുവല്ലേ? ഞാൻ 200 വർഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. എന്റെ ബണ്ണി, നിനക്ക് തലക്കൊല ഭ്രാന്തമുണ്ടോ? ഇത് മെഴുതിരിയൊന്നും അല്ല, റാന്തൽ വിളക്കാണ്. എടാ കഴുതേ, വിളക്കല്ല, ആത്മാവിനെ നോക്ക്. വെറും ആത്മാവല്ല, ദാഹിക്കുന്ന ആത്മാവ്. 200 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. കനക്പൂരിലെ കനക് സിംഗിന്റെ ആത്മാവ്. എത്ര വർഷത്തിന് ശേഷമാണ് എനിക്ക് ശരീരം കിട്ടിയിരിക്കുന്നത്. എനിക്ക് ദാഹമുണ്ട്. എന്നാ വെള്ളം കുടിച്ചോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്താ മതിയോ? എനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. എനിക്ക് സ്വാതന്ത്ര്യം വേണം. സോർദാറിന്റെ ഉള്ളിൽ ഏതോ സിംഗിന്റെ ആത്മാവുണ്ട്. സംശയമുണ്ടോ? വേഗം വാ, സോർദാറിനെ കണ്ടെത്തിയേ പറ്റൂ. ഉറ്റ സുഹൃത്തുക്കൾക്ക് ജീവൻ വരെ കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഇന്ന് മിക്കവാറും ആ ദിവസം ആവുമെന്നാ തോന്നുന്നു. അല്ല, സോർദാർ എവിടെ? അയ്യോ, അവനെവിടെ പോയി? അയ്യോ, എവിടെ പോയവൻ? ഞാനാണ് നാഗവല്ലി. എനക്ക് തേവ ഉന്നെ കൊണ്ണ് ഉരത്തത്തെ കുടിച്ച് ഒമ്മേലെ നടനമാടണോ? ടാറിട്ട റോഡുകൾ എന്തുകൊണ്ടാണ് വേഗം കുഴിയാവുന്നത്? ഈ സോർദാർ എന്തിനാ തമിഴിൽ സംസാരിക്കുന്നത്? താങ്കൾ സമർത്ഥനാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. സാറിന് കണ്ണു കാണത്തില്ലേ? അവന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. പക്ഷെ വീടിനകത്ത് ഏതോ വയസ്സം കാരണവരുടെ ആത്മാവായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മാവിന്റെ മൾട്ടിപ്പിൾസ് ആയി മാറിയിരിക്കുക നമ്മുടെ സോർദാർ. ഇതിപ്പോ പല പല ആത്മാക്കളാ ഉള്ളത്. ഓയ് ബല്ല ബല്ലേ, ഏ ബല്ല 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 ബല്ലേ. ഇത് പഞ്ചാബി ആത്മാവാണ്. എന്നാ ഞാൻ ഒന്ന് പോയി സംസാരിക്കാം. അയ്യോ, രാവിലെ MG റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ഇവന്റെ ഉള്ളിൽ അപകടകാരിയായ ആത്മാവാണ്. ഇവിടെ വരൂ. തന്റെ പേടിയെന്ന വാതിൽ കൊട്ടിയടയ്ക്കൂ. പ്രേതം അങ്ങനെയൊന്നുമില്ല. ഈ സോർദാറിന്റെ തലയെന്ന പഴങ്കഞ്ഞിയിൽ ചില ക്യാരക്ടർ കറങ്ങിയിരിക്കുകയാണ്. ഇവനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരൂ, ചികിത്സിച്ച് ഭേദമാക്കാം. ഒന്നെ കൊണ്ട് ഉറത്തത്തെ കുടിച്ച് ഒന്നര നടനമാടുവേ. ക്ലിനിക്കിലേക്ക് കൊണ്ടുവരൂ. നോക്കൂ സോർദാർ, ഞാൻ നിന്നോട് പ്രശ്നമെന്ന പെറോട്ടയെ കുറിച്ച് ചോദിക്കും. നീ അതിന് ഉത്തരമെന്ന കുടുംബ തരേണ്ടി വരും. നീ ആരാണ്? என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. അത് ശരി. അപ്പോ നീയാണോ നാഗവല്ലി? ഈ പേൽവാൻ മുക്താ സിംഗിന്റെ അടുത്താണോ നിങ്ങളുടെ കളി? ഇനി ആവർത്തിക്കരുത്. ഞാൻ പൈൽവാനാണ്. ഗുസ്തിക്കാരനായോ? ഗുസ്തിക്കാരന്റെ ആത്മാവിന് എത്ര ദുർബലനായിരിക്കുന്നത്. എടാ, ആത്മാവ് ഗുസ്തിക്കാരന്റെയാ, പക്ഷെ ശരീരം നമ്മുടെ സോർദാറിന്റെ തന്നെയാണല്ലോ. സംശയമുണ്ടോ?
അപ്പൊ നീ ഗുസ്തിക്കാരനാണല്ലേ? ഞാൻ തോട്ടക്കാരനാണ് അനിയ. ഗുസ്തിക്കാരന്മാര് തോട്ടക്കാരനായോ? 200 വർഷമായിട്ട് ഈ ബംഗ്ലാവിനെ ഞാൻ സംരക്ഷിച്ചു വരികയാണ്. ഇതിനിടെ ഈ തോട്ടക്കാരന് ചട്ടം കെട്ടിയതാരാണ്? ആരാടാ നിന്റെ തോട്ടക്കാരൻ? നീയല്ലേ പറഞ്ഞത് ഈ തോട്ടക്കാരനാണെന്ന്? കുസ്തിക്കാരൻ എടുത്ത് പൊറോട്ട അടിക്കും പോലെ ഞാൻ നിന്നെ അടിക്കും. അത് ശരി, അപ്പോ ഗുസ്തിക്കാരനാണല്ലേ? ഡാൻസർ. ഗുസ്തിക്കാരനിൽ നിന്ന് വീണ്ടും ഡാൻസറാ. കുസ്തിക്കാരൻ. പിന്നെ ഗുസ്തിക്കാരനായിട്ട് മാറി. കൺഫ്യൂഷൻ സൈഡാക്ക്, ആത്മാവിനെ ഹൈഡാക്ക്, എന്നിട്ട് ഡിസൈഡ് ചെയ്യ് നീ ആരാണ്. ഞാൻ താണ്ടാ നാഗവല്ലി. 200 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഡാൻസർ. പെഹൽവാൻ മുക്താ സിംഗ് ആണ് ഞാൻ. അയ്യോ, വീണ്ടും ഗുസ്തിക്കാരനായോ? ഇപ്പോൾ മനസ്സിലായോ അനിയ? ഇവനെ മനസ്സിലാക്കി എന്റെ മനസ്സിന്റെ വഴി ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. തലച്ചോറ് വിങ്ങിയിരിക്കുകയാണ്. തലയ്ക്കകത്തെ ബുദ്ധി എന്ന റോസ നശിച്ചിരിക്കുകയാണ്. ആരെയാണോ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റാത്തത് അവരെ ഈശ്വരൻ തന്നെ സഹായിച്ചുകൊള്ളും. ആ ഈശ്വരനല്ല, ഈശ്വർ പ്രസാദ് സൈക്കോളജിക്കൽ പ്രൊഫസറാണ്, പിന്നെ ഗോസ്റ്റ് ബസ്റ്ററുമാണ്. ഇവനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. വെൽക്കം. എന്റെ കൂട്ടുകാരെ, ഇയാള് തന്നെ ഒരു ആത്മാവാണെന്ന് എനിക്ക് തോന്നുന്നേ. ഇയാളിലപ്പോ ആത്മാവുണ്ടല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവുണ്ട്, പക്ഷെ സോർദാറില് ഒരുപാട് ആത്മാക്കൾ ഉള്ളത്. അതെല്ലാം പുറത്തേക്ക് പൊക്കോളും. ഇങ്ങോട്ട് നോക്ക്. കണ്ടില്ലേ, പവിത്രമായ വെള്ളത്തിന് മുമ്പിൽ അത് കീഴടങ്ങിയിരിക്കുന്നു. എന്തായാലും ദാഹമുള്ള ആത്മാവാ. അപ്പൊ ഇവന്റെ വയറ്റിലാണ് ആത്മാവ്. നാഗവല്ലി. എന്റെ അമ്മേ, ഇത് ഭയങ്കര സ്ട്രോങ് ആയ ആത്മാവാണല്ലോ. ഒന്ന് നിൽക്ക്, ഇല്ലെങ്കിൽ ഈ ഈശ്വർ സാക്ഷാൽ ഈശ്വരന്റെ അടുത്ത് പോകേണ്ടി വരും. നിന്നെ ഞാൻ കാക്ക ബിരിയാണി തീറ്റിക്കും. എന്റെ ഇഷ്ടത്തിന് നിന്നെ ഞാൻ ഡാൻസ് ചെയ്യിക്കും. ഈ കുപ്പിയിൽ അടച്ചു വെച്ച് ഷോക്കേഴ്സിൽ ഞാൻ അലങ്കാരമായി സൂക്ഷിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര നിശബ്ദതയെന്ന്. உன்னை கொன்னு ஊரத்தத்தை குடிச்சு பொம்மை நடனமாடுவேன். நோக்கிக்கோ. സത്യത്തിൽ നിനക്ക് എന്താ സംഭവിച്ചത് സോർദാറെ? എടാ, ഞാൻ ഗുസ്തിക്കാരൻ മുക്ക സിംഗ് ആണ്. മുക്ക സിംഗ് ജി, താങ്കൾ ബലവാനാണ്, താങ്കൾ ഗുസ്തിക്കാരനാണ്, ദയാലുവാണ്. ദേവി, ഇത് ഞങ്ങളുടെ കൂട്ടുകാരനെ വെറുതെ വിടണം. വെറുതെ വിടണമെങ്കിൽ എനിക്ക് പണക്കിഴി തരണം. അപ്പൊ സോർദാറിനെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ? താൻ എന്റെ കൂട്ടുകാരനെ കുറെ ഉപദ്രവിക്കുന്നു.